நாங்கள் இன்றைக்கி க்ளீன் பண்ணுற பாருங்கள், இன்றைக்கி இவ்வளோ கூட இருந்தால் இன்றைக்கி நாங்கள் க்ளீன் பண்ணியிருக்கோம். ஸோ அவங்க கூட ஒரு ஃபோட்டோ எடுப்போம் பாருங்கள். Good morning everyone. This is the first time Gurudeva Social Society conducting a beach cleaning camp. So I would like to extend our thanks to Mr. Yusuf UQB Lowry. He is the Director of Information of Capital Governorate. So when I contact him for the approval, he asked me to share the necessary documents. So when I share the documents, immediately he grant the approval. So thank you, sir, once again. And I would like to request you to flag off the beach cleaning camp. Please hand over the flag. നമ്മളെ സംഘടിപ്പിച്ച പരിപാടിയെക്കുറിച്ച് എന്താണ് അഭിപ്രായം ഒന്ന് വിശദീകരിച്ചേ. GSS നടന്ന ഈ ഒരു പുണ്യപ്രവൃത്തിയിൽ പങ്കാളിയാവാൻ സാധിച്ചത് വളരെ സന്തോഷം. അത് ഇതുപോലുള്ള നമ്മൾ പരിപാടികൾ ഇനിയും അങ്ങോട്ട് മുന്നോട്ട് വരുന്ന ആഴ്ചകളിലും വരുന്ന മാസങ്ങളിലും ചെയ്യണമെന്ന് ഞാൻ ഏതായാലും ഈ ഒരു പരിപാടി അവതരിപ്പിച്ചതിന് എല്ലാ മെമ്പേഴ്സും വളരെ ഭംഗിയായി ഇതിനകത്ത് പങ്കെടുത്തതിൽ വളരെയധികം സന്തോഷം. ഇനിയുള്ള കാര്യങ്ങളിൽ ഇതുപോലെ കൂട്ടായ്മയോടുകൂടി മുന്നോട്ട് പോകണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള പരിപാടികൾ നമ്മൾ ഇനി ആസൂത്രണം ചെയ്യുന്നതായിരിക്കും. ഗൈസ്, நம்ம மெம்பர்ஸ் எல்லாம் பாருங்கள் எவ்வளோ கஷ்டப்பட்டு கச்சரை எல்லாம் க்ளீன் பண்ணிகிட்ருக்காங்க. ஸோ பீச்சில் வர்றவங்க எல்லோரும் வாங்க, என்ஜாய் பண்ணுங்கள். பட்டு வந்து வேஸ்ட்டு வந்து கச்சரா பாக்ஸில் வந்து கரெக்டாக போடுங்க. இந்த மாதிரி வேஸ்ட் இடும்போது நீங்கள் பார்த்துட்டிங்கன்னா நம்ம பீச்சே வந்து ரொம்ப பார்க்குறதுக்கு அசிங்கமாக இருக்குது. ஏன்னா நம்ம எவ்வளோத்துக்கு சுத்தமாக இருக்கிறோமோ அதேமாரி தான் பீச்சும் சுத்தமாக இருக்கும். பீச்சு சுத்தமாக இருக்கும்போது நம்மளோட ஹெல்த்தும் நல்லாயிருக்கும். ஸோ வாங்க, இங்கே 2-3 പേര് ക്ലീൻ பண்ணிகிட்ருக்குறாங்க, அவங்கள പോയിട്ട് മീറ്റ് பண்ணோம். നമസ്കാരം ഏട്ടാ. നമുക്ക് നല്ലൊരു ബീച്ച് ക്ലീനാണ് കിട്ടിയേക്കുന്നത്. ഇവിടെ ഒരുപാട് വേസ്റ്റ് ഉണ്ട്. ഈ ഭാഗത്തൊന്നും ആരും ഇതുവരെ വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഇവിടെ ഒരുപാട് വേസ്റ്റ് ഇതിനകത്ത് നമ്മളൊരു 4-5 ഗാർബേജ് ബാഗ് ഇപ്പോൾ ഫുള്ളാക്കിയിട്ട് വിട്ടിട്ടുണ്ട്. ഇനി അടുത്ത ഏരിയയിലോട്ട് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ധാരാളം പേര് നമ്മുടെ കൂടെ ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. എല്ലാവരും ഒരേപോലെ തന്നെ ഒരു മനസ്സോടുകൂടി നമ്മുടെ ബീച്ചുകളിൽ പങ്കെടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് നല്ലൊരു അറ്റംപ്റ്റാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആരും ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളൊക്കെ ഈ സ്ഥിര ഏരിയയിൽ ഈ ഒരു ഏരിയയിൽ എപ്പോഴും വന്നിരിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഇവിടെ ഇത്ര ഡേർട്ടി ആയിട്ട് കിടക്കുന്നുണ്ടെന്ന് നമുക്ക് ഇപ്പോൾ ഇത് ക്ലീനിങ്ങിൽ ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഈ എടുത്തിരിക്കുന്ന ഒരു ഏരിയ തന്നെ നല്ലൊരു പ്ലേസാണ് ക്ലീനിങ്ങിന്. അപ്പോൾ എല്ലാവരും വളരെ ഡെഡിക്കേറ്റഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമസ്കാരം. ഗുരുദേവ സോഷ്യൽ സൊസൈറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന ബീച്ച് ക്ലീനിങ് ക്യാമ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗുരുദേവ സോഷ്യൽ സൊസൈറ്റിയുടെ ഒട്ടുമിക്ക മെമ്പേഴ്സ് വിത്ത് ഫാമിലി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്, കുട്ടികൾ ഉൾപ്പെടെ. കാരണം നമ്മൾ ഏത് നാട്ടിലാണെങ്കിലും പരിസ്ഥിതി സംരക്ഷിക്കുക എന്നൊരു നമ്മുടെ ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമാണ്. കാരണം ഇന്ന് ഇതുപോലെയുള്ള ക്ലീനിങ് കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ തലമുറയ്ക്കുള്ളൊരു പ്രചോദനം, വരും തലമുറയ്ക്കുള്ള പ്രചോദനമാണ്. നമ്മളെങ്ങനെ നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കണമെന്നുള്ളത്. ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഗുരുദേവ സോഷ്യൽ സൊസൈറ്റിയിലെ ഓരോ മെമ്പേഴ്സും ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് ജുഫേർലി ബീച്ചിൽ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുന്നു. ക്യാപിറ്റൽ ഗവർണറേറ്റിൻ്റെ സപ്പോർട്ടോടു കൂടി ആണ് നമ്മളിത് ആരംഭിച്ചത്.
വന്ന എല്ലാ നമ്മുടെ ആക്റ്റീവായിട്ടുള്ള എല്ലാ മെമ്പേഴ്സിനും കുടുംബത്തിനും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. തീർച്ചയായിട്ടും ഇതുപോലെയുള്ള നല്ല പരിപാടികൾ ചാരിറ്റി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഗുരുദേവ സോഷ്യൽ സൊസൈറ്റിയുടെ ഗുരുകാരുണ്യ സ്പർശം എന്ന ചാരിറ്റി പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ഇതിങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. നമ്മളെ ഗുരുദേവ സോഷ്യൽ സെക്രട്ടറിയാണ്. സെക്രട്ടറി, നമ്മളെ പരിപാടിയെക്കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ബീച്ച് ക്ലീനിങ് സംഘടിപ്പിക്കുന്നത്. നമ്മൾ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരു വെള്ളിയാഴ്ചയായിട്ട് പോലും ഇന്ന് രാവിലെ തന്നെ എല്ലാവരും കൃത്യസമയത്ത് എത്തിച്ചേർന്നു. അപ്പം വന്നവരെ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. എല്ലാവർക്കും ഈ കുടുംബസമേതം എത്തിച്ചേർന്ന എല്ലാവർക്കും. നമ്മൾ ഈ നാട്ടിലെ ഈ പവിഴദ്വീപ് ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ് GCC ബഹ്റൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മനോഹരമായ പവിഴദ്വീപിനെ കൂടുതൽ മനോഹരമാക്കുവാൻ നമുക്ക് സാധിക്കുന്നു. ഇത് ഈ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റും വൃത്തി എന്താണ്, നമ്മൾ എന്തൊക്കെയാണ് ഒരു രാജ്യത്തെ എങ്ങനെ വൃത്തിയായി സൂക്ഷിക്കണം ഒന്ന് കാണിച്ചു കൊടുക്കാൻ കൂടിയാണ് നമ്മൾ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. അപ്പം എത്തിച്ചേർന്നവർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക്സ് ടു ഓൾ. നമ്മൾ സംഘടിപ്പിച്ച ഈ പരിപാടിയെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് പറഞ്ഞ്? നല്ല അഭിപ്രായം തന്നെ നമ്മുടെ പുതിയ ജനറേഷന് വേണ്ടി. കാരണം നമ്മുടെ ശുചിത്വം നമ്മുടെ ലൈഫിൽ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. ഇപ്പോൾ നമ്മളൊരു ബീച്ചിൽ വരിക, നമ്മൾ എൻജോയ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ശുചിത്വം നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അപ്പം നമ്മളത് കൊച്ചുകുട്ടികൾ വലിയവർക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു മെസ്സേജാണ് ഇത്. നമ്മുടെ മദർ കൺട്രീനെ പോലെ തന്നെയാണ് നമ്മൾ വന്ന് ജീവിക്കുന്ന ഈ ബഹ്റൈൻ. അപ്പം നമ്മുടെ പരിസരവും നമ്മുടെ വീട് ശുചിയാക്കി ഇടുന്ന പോലെ തന്നെ നമ്മുടെ പരിസരവും നമ്മൾ എപ്പോഴും പോകുന്ന ബീച്ചും എല്ലാം ക്ലീൻ ചെയ്യാൻ അതിൽ പങ്കാളികളാകാൻ പറ്റിയെന്നുള്ളത് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നു. എല്ലാവർക്കും നമസ്കാരം. വിശ്വഗുരുവായ ശ്രീനാരായണ ഗുരുദേവൻ്റെ നാമധേയത്തിൽ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും ആ ഗുരുദേവത്തെ പാദത്തിലുള്ള കാണിക്കുകയാണ്. ബഹ്റിനിലെ പ്രധാനപ്പെട്ട ഒരു സംഘടനയായ ശ്രീനാരായണ പ്രസ്ഥാനമായ GSS ഗുരുദേവ സോഷ്യൽ സൊസൈറ്റി നടത്തുന്ന ഈ മാതൃകാപരമായ പ്രവൃത്തിക്ക് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഒരു ശ്രീനാരായണ ഗുരുദേവ ഭക്തനാവാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ. നന്ദി, നമസ്കാരം. താങ്ക് യു. അല്ല, ഞാനാണ് ദേവർഷ്. നിങ്ങൾ സ്മോക്ക് ചെയ്യാൻ പാടത്തില്ല, അത് ആയുർവേദത്തിന് ഒട്ടും നല്ലതല്ലേ. സ്മോക്കിംഗ് ഇസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. പിന്നെ ഈ കച്ചറകളൊന്നും കച്ചറ പിന്നെ വിട്ടേക്കില്ല, നമ്മളപ്പോൾ ക്ലീൻ ചെയ്തേ ഉള്ളൂ. ஸோ மக்களே, நாங்கள் சேர்த்து வச்சுருந்த குப்பைகள் எல்லாம் நம்மளோட பல்வி ஆள்கார் வந்து எடுத்து அவங்களோட 6 வீலில் கேட்டிகிட்டு இருக்கிறாங்க. ஸோ நல்லா இருந்துச்சு மக்களே. இந்த மாதிரி நீங்களும் உங்களோட டீம் எல்லோரும் சேர்ந்து பஹ்ரைனில் உள்ள மக்கள் ஒன்றா இருந்து இந்த மாதிரி சோசியல் அவேர்னஸ் பண்ணுங்கள். ஸோ மேலும் அடுத்த வீடியோவில் நம்ம பார்ப்போம். பாய் மக்களே.